മക്കളെ നമ്മൾ USSലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇപ്പൊ നോക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ 10 raised to 8 minus 1 is expressed in numerical form, what will be the sum of the digit in the numbers? Okay. 10 raised to 8 minus 1 എന്ന ഒരു സംഖ്യ നമ്മൾ സംഖ്യയായിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതിലുള്ള അക്കങ്ങളുടെ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക. എടി നമ്മൾക്കൊരു സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കേണ്ട പറഞ്ഞു. ആ സംഖ്യ നമ്മൾ എഴുതുകയാണെങ്കിൽ ആ സംഖ്യയിലെ എല്ലാ അക്കങ്ങളോട് കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുന്ന ചോദിച്ചേ. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സംഖ്യ എഴുതി വെക്കാം. നമ്മുടെ സംഖ്യ എന്താണ്? 10 raised to 8 minus 1 ആണ്. ഓക്കെ, നമ്മൾ 10ന്റെ മുകളിൽ എപ്പോ ഒരു നമ്പർ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യടാ, അത്ര 0 ഇട്ട് കൊടുക്കും. എങ്ങനെ? 10ന്റെ മുകളില് 2 ഞാൻ കണ്ടു, 10ന്റെ മുകളിൽ പവറായിട്ട് ഞാൻ 2 കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യടാ, നമ്മൾ 2 0 ഇട്ട് കൊടുക്കും. റെഡി? ഇനി 10ന്റെ മുകളിൽ ഞാൻ 3 ആണ് കാണുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂടാ, 3 0 ഇട്ട് കൊടുക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ 10 കാണുന്നുണ്ട്, അതിന്റെ മുകളിൽ എന്തുണ്ടാ, 8 കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിന് 8 0 ഇട്ട് എടുക്കണം. 1 2 3 4 5 6 7 8. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒരാളെ കുറക്കണം. റെഡി? ഒരാളെ കുറച്ചാൽ എങ്ങനെ വരും? ഞാൻ 10 നിന്ന് ഒരാളെ കുറച്ചാൽ എനിക്ക് 9 കിട്ടും. ഓക്കെ, ഇവിടെ 2 സംഖ്യ ഉണ്ടായാലും ഒരു സംഖ്യ കുറഞ്ഞിട്ട് കിട്ടും. 100 നിന്ന് ഞാൻ 1 കുറച്ച് എനിക്ക് എന്ത് ചെയ്യടാ, 99 കിട്ടും. ഇവിടെ 3 സംഖ്യ ഉണ്ടായിരുന്നു, ഇവിടെ 2 സംഖ്യ ഉള്ളൂ. ആ ഒരു സാധനം ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റടാ, നേരെ ഇവിടെ കൊണ്ട് എഴുതാൻ പറ്റും. നമുക്കിവിടെ 8 0 ഉണ്ട്, ഒരു 1 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് 1 കുറച്ച് എന്ത് ചെയ്യടാ, നേരെ വരും. എന്ത് വരും? 9 സംഖ്യക്ക് പകരം ഇവിടെ 8 0 വരും. 1 2 3 4 5 6 7 8. റെഡി? അപ്പൊ ഈ ആളാണ് നമ്മള് നമ്മളെ സംഖ്യ. നമുക്ക് എന്ത് ചെയ്തടാ, നമ്മൾ പറഞ്ഞ സംഖ്യ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ, ആ അക്കങ്ങളുടെ ആകെ തുക. ഈ 9 കൂട്ടി എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. റെഡി? അക്കങ്ങളുടെ തുക. എടാ, എനിക്ക് ഇവിടെ 8 9 ഉണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ കൂട്ടുന്നേക്കാൾ നല്ലത് എന്താടാ, 8 × 9 എഴുതിയാ പോരെ. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് വരുന്നു. 8 9 72. റെഡി? നോക്കിക്കോ, ദാ ആൻസർ കിടക്കുന്നു. കാര്യം കിട്ടിയില്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ചെയ്തേ, നമ്മള് ഒരു കാര്യം നമുക്ക് അറിയാവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, 10ന്റെ മുകളിൽ എന്ത് പവർ വന്നാലും എന്ത് ചെയ്യണ, 1ന് ശേഷം നമ്മൾ അത്രയും 0 ഇട്ട് കൊടുക്കുക. ആ കാര്യം നമുക്കറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ 1 കുറയ്ക്കണു, നേരെ നമ്മള് അക്കങ്ങൾ കൂട്ടുന്നു. റെഡി? ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ല മക്കളെ? നമുക്ക് എന്ത് ചെയ്യടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം കേട്ടോ.